നമ്മുടെ മോൾക്ക് വൈറ്റമിൻ എ കൊടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് വൈറ്റമിൻ എയും കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ ചിക്കൻ കടയിലേക്ക് പോകുന്നിട്ട് അവിടെ നിന്ന് നല്ലൊരു നാടൻ കോഴിനെ നോക്കി വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നത്. സാധാരണ തോലോടുകൂടെ വാങ്ങിക്കുമ്പോൾ കൂടിയൊന്നും വൃത്തിയാക്കി കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ വാങ്ങിച്ച് കൂടിയൊക്കെ ഒന്ന് കരിച്ച് വൃത്തിയാക്കി എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ പക്ഷേ ഇന്ന് നല്ല വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഉണ്ടാതെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ട് വന്നാണെങ്കിൽ എൻ്റെ ഒരു പണി കുറഞ്ഞ് കിട്ടുമായിരുന്നു എന്ന് ഓർത്തിട്ട് ഞാനത് കട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ പീസൊക്കെ കുഞ്ഞു കുഞ്ഞായി മുറിക്കുമ്പോൾ അച്ചാച്ചനെയാണ് ഓർത്തത്. അച്ചാച്ചന് സാധാരണ ചിക്കൻ്റെ പീസൊക്കെ കുഞ്ഞു കുഞ്ഞായി മുറിക്കണതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വീട്ടിൽ കഴിഞ്ഞ തവണ പോയപ്പോഴത്തേക്ക് നമ്മളൊരു കോഴീനെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അച്ചാച്ചനാണ് ഈ സാധാരണ വീട്ടിൽ കോഴിയൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഓർത്ത് ചിക്കൻ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ജീരകപ്പൊടി പിന്നെ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം വീട്ടിൽ പൊടിച്ച പൊടികളാണ് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡിൽ തന്നെ നമ്മൾ ചോറും കൂടെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറേ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ചാറ് ഒത്തിരി കൂട്ടിയിട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ ചാറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുമോ ചോറിന്. അപ്പോൾ കുറച്ചധികം ചാറ് വെച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിലാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞിനുള്ള കറിയാണ്. അവൾക്ക് കുറച്ച് പൊട്ടറ്റോ ഒക്കെ ഇട്ടിട്ട് തനിച്ചേരി വിടാണ്ട് കറി വയ്ക്കുന്നുണ്ട്. അച്ചിമോളുമൊക്കെ അവിടെ തിരക്കിട്ട് ഫോണും മൊബൈലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണേ. പിന്നെ നമുക്കിത് ചിക്കൻ കറി താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രാമ്പും പട്ടയും ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് ചെറിയുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ആ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കറി റെഡിയായിട്ട് അവസാനം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറിയുള്ള ദിവസങ്ങളിൽ മിക്കവാറും വേറെ ഒരു കറിയും ഇവിടെ വെക്കാറില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടി ഇന്ന് ചോറ് കഴിച്ചപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. വീണ്ടും കാണാം. ടാറ്റാ.